എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. എന്റെ ഈ മകന് പെണ്ണ് കാണാൻ വേണ്ടി നടന്ന് എന്റെ കാലും പോയി, ചെരുപ്പും തീർന്ന്, ഒന്നുപോലും ശരിയായില്ല. അതുകൊണ്ടാ ഈ പ്രാവശ്യം നിന്നെയും കൂട്ടി പോവാൻ ഞാൻ പറഞ്ഞത്. ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. ഈ ഗഫൂർ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയ അതൊരു കോലത്തിലാക്കിയിട്ടേ തിരിച്ചു വരൂ. അല്ല, അതെനിക്കറിയാം. എന്നാൽ ഇവന്റെ കാര്യമായതുകൊണ്ടാ ഒരു പേടി. ഞാൻ എന്താക്കാനാണ്? പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ആരെങ്കിലും പാര വെച്ച് അത് മുടക്കും. അതെന്റെ കുറ്റമാണോ? അതിനെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും. പോണ വഴിക്ക് നമ്മൾ ആ ഗണപതി ക്ഷേത്രത്തിൽ കയറി ഒരു നേർച്ച വഴിപാടാക്കിയിട്ട് പോയാ മതി. തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് മാറട്ടെ. ആയിക്കോട്ടെ, നേർച്ചയും കഴിപ്പിച്ച് ഉത്സാഹമായിട്ട് അങ്ങോട്ട് ഇറങ്ങാ. എന്തേ ബാബു, എന്നാ പിന്നെ വൈകണ്ട. ഈ നേർച്ചന്റെ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിക്കോ. സാധനങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോണ്ട, കൗണ്ടറിൽ ബില്ലാക്കിയാ മതി, അവരങ്ങ് ചെയ്തോളും. എന്നാ ശരി, നമുക്ക് ഇറങ്ങാം. നമ്മള് നടത്തിക്കൊടുത്ത ഒരു ബന്ധവും ഒരു മാസത്തിലധികം മുന്നോട്ട് പോയിട്ടില്ല. ഏതായാലും ഇവിടം വരെ എത്തിയല്ലേ, ആ തടസ്സം ഒന്ന് മാറിക്കിട്ടുമെന്ന് നോക്കാം. പേരും നാളും വഴിപാടും പറയൂ. ബാബു, തിരുവാതിര, ഒരു പാൽപ്പായസം. തമാശ കളിക്കാനുള്ള സ്ഥലമല്ലത്. നിങ്ങൾ താളെ പരിഹസിക്കാ. നമ്മൾ എന്ത് പരിഹസിച്ചു നിങ്ങൾ പറയണത്? നമ്മളും കായ് തന്നിട്ടല്ലേ വഴിപാടിന് വന്നത്. നിങ്ങൾക്ക് ഇവിടെ വഴിപാടില്ല. അതിന്റെ കാരണം ഞമ്മക്കറിയണം. നിങ്ങളോട് തെറ്റായിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലേ, പറഞ്ഞിട്ടില്ലേ? ഇത്രയും ആൾക്കാർ ഇവിടെ വഴിപാട് ചീട്ടാക്കാൻ വരിയിൽ നിൽക്കുമ്പോ മൂപ്പര് വന്ന് തമാശ കളിക്കാ. തമാശ കളിക്കാനോ? ഞാനെന്താ നിങ്ങളെ കശത്ത് കൈയിട്ട് ഇക്കിളിപ്പെടുത്തിനോ? അടിച്ച് കണ്ണ് നമ്മൾ ഓട്ടിക്കും സൈത്താനെ. എന്താ ഗഫൂർക്ക പ്രശ്നം? നമ്മളൊന്നും ചെയ്തിട്ടില്ലാന്ന്. ഈ കേസിലിരിക്കുന്ന പന്നി വെറുതെ പ്രശ്നം ഉണ്ടാക്കിയാന്ന്. ഏതായാലും ഇവിടം വരെ വന്നല്ലേ, ഒരു വഴിപാട് കഴിക്കാന്ന് നമ്മൾ വിചാരിച്ച് അതിന്റെ കാര്യം കൊടുത്ത്. അതിനെങ്ങനെയാണോ പറയാ? ഈ ഉണ്ടരുത് നമുക്ക്. ബാബു, ഞാൻ പറയാ, ഞമ്മക്ക് നിങ്ങൾ അമ്പലത്തിലെ രീതികളൊന്നും അറിയൂല. അതുകൊണ്ട് ചോദ്യം വന്നപ്പോ ബാബു എന്തൊക്കെ അവിടെ പറഞ്ഞെന്ന് നമ്മൾ അവനോട് ചോദിച്ചു. ആവശ്യം ഏകദേശം ഒരേ റൂട്ടായതുകൊണ്ട് അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയ കാര്യങ്ങൾ റെഡിയായല്ലോ. എന്നിട്ട് ഇയാള് പറഞ്ഞു, ബാബു പറഞ്ഞത് ബാബു തിരുവാതിര ഒരു പാൽപ്പായസം. അതെ ആണല്ലോ. അപ്പൊ ഞമ്മള് പറഞ്ഞ് ഗഫൂർ ഒപ്പന ഒരു കോഴി ബിരിയാണിന്ന്. ഈ ഹംക്കത് പറ്റിയില്ലാന്ന്. എനിക്കിഷ്ടമുള്ളതല്ല ഈ പറഞ്ഞത് തിരുവാതിരക്കളിയും പാൽപ്പായസവും. അതുപോലെ ഞമ്മക്ക് ഇഷ്ടമുള്ളത് ഞമ്മളും പറഞ്ഞ് ഒപ്പന കളിയും കോഴി ബിരിയാണിയും കായ് കൊടുത്തിട്ടല്ലേ. അല്ല, അതില് വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. വേഗം പോരും.